ഒറ്റക്കല്ലിൽ അതിശക്തമായ ഇടിമിന്നലിൽ വീട് ഭാഗികമായി തകർന്നു. തിങ്കളാഴ്ച പുലർച്ചെ ഉണ്ടായ ഇടിമിന്നലിലാണ് വീട് തകർന്നത്. ഒറ്റക്കൽ രതീഷ് ഭവനിൽ രവീന്ദ്രൻ പിള്ളയുടെ വീടാണ് ഇടിമിന്നലിൽ തകർന്നത്. അപകട സമയത്ത് വീട്ടിലുണ്ടായിരുന്ന രവീന്ദ്രൻ പിള്ളയും മകൻ രതീഷും രതീഷിന്റെ കുട്ടിയും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വ്യാപകമായ നാശനഷ്ടമുണ്ടായതായി വീട്ടുകാർ പറഞ്ഞു. വയറിംഗ് പൂർണ്ണമായി കത്തിനശിച്ച് TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളും നശിച്ചിട്ടുണ്ട്. 3:45 അപ്പം മരുമകളും മോനുമായിട്ടൊന്ന് വിളിച്ചു. അപ്പോൾ പെട്ടെന്ന് ഉണർന്നപ്പോഴത്തേക്ക് വീടിടിഞ്ഞ് വീഴുന്നു എന്നുള്ള സംബോധനയൊക്കെ കേട്ട് അപ്പോഴത്തേക്കാണ് സൗണ്ടും ഭയങ്കരമായ ബോംബ് പൊട്ടുന്ന പോലുള്ള സൗണ്ടും മൊത്തം പുകയും പിന്നെ കാണാൻ വയ്യാത്തൊരു കണ്ടീഷൻ. പിന്നെ വാതിൽ തുറക്കാൻ നിവൃത്തിയില്ലാതെ എവിടെ ഇപ്പോൾ തുറക്കേണ്ടതെന്ന് അറിയാൻ വയ്യാതെ ഉള്ള ശ്വാസമുട്ടൽ തന്നെയല്ല. പെട്ടെന്ന് ആ ഷോക്കിൽ എങ്ങനെയാണ് മീറ്ററിൻ്റെ അടപ്പ് വന്ന് നെഞ്ചത്തടിക്കുകയും അപ്പോൾ അങ്ങനെ ശ്വാസം വിടാൻ വയ്യാതെ ഉള്ള കണ്ടീഷനുമായിരുന്നു. പിന്നെ പെട്ടെന്ന് എന്തായാലും ഞങ്ങളുടെ മുറിയുടെ വാതിൽ തുറന്നിട്ട് മകൻ്റെ മുറിയിലേക്ക് പോകുന്നതിന് മുമ്പ് അപ്പോഴത്തേക്ക് അവൻ വാതിൽ തുറന്ന് കുഞ്ഞിനെ എടുത്ത് പള്ളക്കീഴിലായിട്ട് വെച്ചുകൊണ്ട് പെട്ടെന്ന് വെട്ടിത്തിറങ്ങുമായിരുന്നു. നാശനഷ്ടം എന്ന് പറഞ്ഞാൽ വയറിങ് മൊത്തത്തിൽ കത്തിപ്പോയിട്ടുണ്ട്. എല്ലാ സ്വിച്ച് ബോർഡുകൾ, ഇലക്ട്രോണിക് സാധനങ്ങൾ, TV 2 ഉണ്ട്, ഒരു ചെറിയ വലിയ TV ഉണ്ട്, അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. പിന്നെ ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു, അത് പിന്നെ കത്തിപ്പോയിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ ഉണ്ട്, അത് നശിച്ചു പോയിട്ടുണ്ട്. ടെലിഫോണിൻ്റെ കംപ്ലീറ്റ് അതടിച്ചെല്ലാം പോയിട്ടുണ്ട്. അങ്ങനെ ഫോൺ ഒരെണ്ണം തന്നെ ഉള്ളത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. വീട്ടിലുള്ള പിന്നെ വീടിൻ്റെ ഓട് എല്ലാം കൂടെ പൊട്ടി, കഴുക്കോല് എല്ലാം കൂടെ ഒടിഞ്ഞ്, ഭിത്തി എല്ലാം കൂടെ പൊട്ടി, കട്ടയെല്ലാം കൂടെ ഇടിഞ്ഞ് വീണ് ബാക്കിയുള്ളതിന് കുടുക്കം കൊണ്ട് ബാക്കി ഭിത്തിക്ക് പൊട്ടലും ഒക്കെ സംഭവിച്ചിരിക്കുക. ന്യൂസ് ബ്യൂറോ, തെന്മല.